നമസ്കാരം, ഞാൻ പാർവതി കൃഷ്ണൻ. ഞാൻ ദേവിക ജയചന്ദ്രൻ. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തെ അടിസ്ഥാനമാക്കി മാതൃഭൂമി മീഡിയ സ്കൂൾ തയ്യാറാക്കിയ ലോക സിനിമാ ജാലകം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. വിയറ്റ്നാം സിനിമകൾ ശ്രദ്ധാകേന്ദ്രമായ ചലച്ചിത്രമേളയാണ് ഇക്കുറി കടന്നുപോയത്. പോയ വർഷങ്ങളെ അപേക്ഷിച്ച് പ്രതിനിധികളുടെ എണ്ണം കുറവായിരുന്നു എന്നതും ഇക്കുറി ചർച്ചാ വിഷയമായി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സിനിമയെ ഹൃദയത്തോടെ കാണുന്ന പ്രേക്ഷകരും കഥകളെ രാഷ്ട്രീയമാക്കുന്ന ചലച്ചിത്രങ്ങളും സംവാദങ്ങളായി മാറുന്ന പ്രദർശനങ്ങളും ഇവയെല്ലാം ചേർന്നതാണ് കേരളത്തിൻ്റെ സ്വന്തം സിനിമാ ഉത്സവം. നമ്മുടെ പ്രതിനിധി പാർവതി കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഥകൾ കഥകളെ തേടിയും മനുഷ്യർ മനുഷ്യരെ കണ്ടെത്തിയും ഇവിടെ വരുന്ന ഓരോ മുഖവും ഓരോ കണ്ണും സിനിമയുടെ പ്രതിഫലനമാണ്. ഇവിടെ എല്ലാവരും ഒരു വലിയ കഥയുടെ കഥാപാത്രമാണ്. സംസ്കാരവും സിനിമയും ഒത്തുചേർന്ന് ഒരു ആഘോഷഭാവം സൃഷ്ടിച്ചിരിക്കുകയാണ് തലസ്ഥാന നഗരി. ദേശവും ഭാഷയും മറികടന്ന് IFFK മുന്നോട്ട്. സിനിമ ഒരു തിരശീലയിൽ അവസാനിക്കുന്ന കാഴ്ചയല്ല, അത് സമൂഹത്തോടുള്ള സംവാദമാണ്. ലോകത്തിൻ്റെ ഭാഷകളും സംസ്കാരങ്ങളും ഒരേ ഫ്രെയിമിൽ ചേരുന്ന വേദി, അതാണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. ഇവിടെ സിനിമ വെറുമൊരു വിനോദമല്ല, ചോദ്യമാണ്, ചിന്തയാണ്, ചിലപ്പോൾ ഒരു പ്രതിഷേധവുമാണ്. ഈ ആഘോഷരാവിൽ നഗരത്തിൻ്റെ ഓരോ കോണിലും സിനിമയുടെ മണം, സൗഹൃദത്തിൻ്റെ ചിരി, ആഘോഷത്തിൻ്റെ ശബ്ദം പടരുകയാണ്. ഈ വർഷത്തെ IFFK എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സിനിമകളുണ്ട്, ഒരുപാട് നല്ല സിനിമകളുണ്ട്. പക്ഷേ ഇതുവരെ കണ്ട സിനിമകളിൽ എനിക്ക് തോന്നിയൊരു കാര്യം, അതെൻ്റെ സെലക്ഷൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല, ഭയങ്കര ഡാർക്ക് അടിപ്പിക്കുന്ന സിനിമകളായിരുന്നു കുറേ. പക്ഷേ എന്നാലും വളരെ എന്താ പറയുക, നമുക്ക് വളരെ എന്തൂസിയാസം ഉണ്ടാക്കുന്ന ധാരാളം സിനിമകളുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ദിസ് ഈസ് സോ എക്സൈറ്റിങ്. കാരണം സിനിമയെ സ്നേഹിക്കുന്ന ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുന്നൊരു സ്പേസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റേതായ ഭംഗിയുണ്ടല്ലോ. സിനിമയും സൗഹൃദവും ഒത്തുചേരുന്ന ഒരു വേദിയായിട്ട് തോന്നിയിരുന്നോ? തീർച്ചയായും. നമ്മൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ. ഒരുപാട് പേര് ഒത്തുകൂടുന്നു, അവരതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, വീണ്ടും കുറേ റീയൂണിയൻസ് സംഭവിക്കുന്നു. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. IFFKയിൽ അവൾക്കൊപ്പം എന്നൊരു നിലപാടെടുത്തിരുന്നു. ഇത്തരം നിലപാടുകൾ ഭാവിയിലും ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതെ, അതിജീവിതയ്ക്കൊപ്പമായിരിക്കണം നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കേണ്ടത്. അവർക്ക് നീതി ലഭിച്ചിട്ടില്ല, പൂർണ്ണമായിട്ടുള്ള നീതി ലഭിച്ചിട്ടില്ലല്ലോ. അപ്പം ഫിലിം സൊസൈറ്റി എന്തായാലും അവരുടെ കൂടെ തന്നെ നിൽക്കണം. നീതി ലഭിച്ചിട്ടില്ല, നീതി ലഭിക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം. ഇവിടെ എല്ലാവരും ഒരു വലിയ കഥയുടെ കഥാപാത്രങ്ങളാണ്. അത് സിനിമ എന്ന പേരിലുള്ള യാത്ര. ക്യാമറ പേഴ്സൺ വിജു അമൃതയോടൊപ്പം പാർവതി കൃഷ്ണൻ, മാതൃഭൂമി മീഡിയ സ്കൂൾ. മാറ്റി നിർത്തപ്പെട്ടടുത്ത് നിന്ന് ചലച്ചിത്രമേളയിൽ ഇടം പിടിച്ച് 19 ലോക സിനിമകൾ കൂടി. കേന്ദ്ര സർക്കാരിന്റെ വിലക്കിനെ മറികടന്നാണ് സിനിമാ പ്രദർശനം വേദികളിൽ നടന്നത്. ലോക സിനിമകളുടെ എണ്ണം കൂട്ടിയത് സിനിമാ പ്രേമികൾക്ക് ആവേശമായി. നമ്മുടെ പ്രതിനിധി കൃഷ്ണവേണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പലായനം, അസ്തിത്വ പ്രതിസന്ധി എന്നീ മനുഷ്യ അനുഭവങ്ങളുടെ അനാവരണമാണ് ലോക സിനിമകളിലെ പ്രധാന പ്രമേയം. ലോക സിനിമയിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് കൊറിയൻ സിനിമകളും ഇറാഖ്. എല്ലാ സിനിമയിലും ഞാൻ 1-2 സിനിമയെ കണ്ടുള്ളൂ. അത് മൊത്തം 1-2 മലയാള സിനിമകളാണ്. ലോക സിനിമ കാണാൻ വേണ്ടി നമ്മൾ ലിസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 6 Days in Spring എന്ന് പറയുന്ന മൂവിയാണ്. ഒരു ഫ്രഞ്ച് മൂവിയായിരുന്നു. അത് ഭയങ്കര ഒരു ഫാമിലി റിലേഷനെ ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ തോന്നി. അത് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കണ്ടത്. ഫുൾ പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു ഇന്ത്യൻ മൂവിയാണ്. അതും ഒരു നമ്മൾ സോഷ്യലി നമ്മൾ സാധാരണ കാണുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് കുറച്ചും കൂടെ രീതിയിൽ ഫ്രീഡം എക്സ്പ്രസ് ചെയ്യുന്നത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേല പോർട്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ മൂവി ഭയങ്കര ഒരു ഫേവറേറ്റ് മൂവിയാണ് കണ്ടതിൽ വെച്ചിട്ട്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായി പലസ്തീൻ 36 എന്ന സിനിമ പ്രദർശിപ്പിച്ചു. ലോക സിനിമകളുടെ പ്രദർശനം പ്രേക്ഷകരിലെ കാഴ്ചപ്പാടുകളെയും സാമൂഹിക ബന്ധത്തെയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. ക്യാമറാമാൻ രാകേഷിനൊപ്പം കൃഷ്ണവേണി, മാതൃഭൂമി മീഡിയ സ്കൂൾ. പ്രതിരോധത്തിൻ്റെ, വേദനയുടെ, ഫലസ്തീൻ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പറയുന്ന സിനിമ, അതായിരുന്നു ഇത്തവണത്തെ IFFK ഉദ്ഘാടന ചിത്രം. നിസാനായം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തുടക്കം കുറിച്ചത്. ഫലസ്തീൻ സംവിധായിക ആൻമരി ജിസേർ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ഫലസ്തീൻ 36 ആയിരുന്നു ഇത്തവണത്തെ ഉദ്ഘാടന ചിത്രം. 1936 ബ്രിട്ടീഷ് അധിനിവേശത്തെയും ജൂതരുടെ കടന്നുകയറ്റത്തെയും തുടർന്നുള്ള ഫലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെയും കഥ പറയുന്ന ചിത്രം. യൂസുഫ് എന്ന യുവാവ് ഗ്രാമത്തിൽ നിന്നും ജെറുസലേമിലേക്ക് ജോലി ചെയ്യാൻ പോകുന്നിടത്താണ് സിനിമയുടെ കഥ തുടങ്ങുന്നത്. അറബ് ഫിലിം ഫെസ്റ്റിവലിൽ ഓഡിയൻസ് അവാർഡ്, ടോക്കിയോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ടോക്കിയോ ഗ്രാൻഡ് പ്രിക്സ്
ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഫലസ്തീനിൽ നിന്നുള്ള ഔദ്യോഗിക എൻട്രി. യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ഫലസ്തീനിൽ തന്നെ ചിത്രീകരിച്ച ചിത്രം. അങ്ങനെ നിരവധി അംഗീകാരങ്ങളാണ് ഫലസ്തീൻ 36 നേടിയിട്ടുള്ളത്. സാങ്കേതിക മികവ് കൊണ്ടും മനോഹരമായ ഫ്രെയിമുകൾ കൊണ്ടും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന അനുഭവം കൂടിയാണ് ഈ സിനിമ. ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധ സാഹചര്യം നിലനിൽക്കെ ഏറെ സമകാലിക പ്രസക്തിയുള്ള സിനിമ കൂടിയാണ് ഫലസ്തീൻ 36. യുദ്ധങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ, ലോകമെങ്ങും സമാധാനം പുലരട്ടെ. ക്യാമറ വുമൺ അർച്ചനയോടൊപ്പം നിസാന, മാതൃഭൂമി മീഡിയ സ്കൂൾ. ദേശഭാഷാ വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യജീവിതം പറയുന്ന സിനിമകൾ മാറ്റുരയ്ക്കുന്ന ഇടമാണ് സംസ്ഥാന ചലച്ചിത്രോത്സവത്തിലെ അന്താരാഷ്ട്ര മത്സര വിഭാഗം. മനുഷ്യ മനസ്സിന്റെ സംഘർഷങ്ങളുടെ നേർക്കാഴ്ചയാണ് ഇവിടുത്തെ മത്സരങ്ങൾ ഓരോന്നും. കാണാം ദേവിക തയ്യാറാക്കിയ റിപ്പോർട്ട്. 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ഇത്തവണ 14 ചിത്രങ്ങളാണ് മാറ്റുരച്ചത്. ഇതിൽ 6 വനിതാ സംവിധായകരുടേതായിരുന്നു. കരീന പ്യാസയും ലൂസിയ ബ്രിസലിസും സംവിധാനം ചെയ്ത ബിഫോർ ദ ബോഡി, നയാ ഇലിഗാഷിയുടെ കുയർപ്പോ സെലസ്, മുഹമ്മദ് റഷാദിന്റെ ദി സെറ്റിൽമെന്റ്, ഷഹറാം മോക്രിയുടെ ബ്ലാക്ക് റാബിറ്റ്, വൈറ്റ് റാബിറ്റ് എന്നിവ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച ചിത്രങ്ങളാണ്. ബെറ്ററാണ് ആക്ച്വലി. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ബെറ്ററാണെന്ന് വേണം പറയാൻ. കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടെ ഷോക്കാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എനിക്ക് തോന്നുന്നു സെറ്റിൽമെൻ്റ് ഒക്കെ ആയിരുന്നു. സെറ്റിൽമെൻറ്റ് അത് എനിക്ക് തോന്നുന്നു നൈസായിട്ട് ആ പടം എടുത്തിട്ടുണ്ട്. എനിക്ക് ബിഫോർ ദ ബോഡിയാണ് ഒന്നുകൂടെ കണക്ട് ചെയ്യാൻ പറ്റിയത്. കാരണം ഞാൻ ഇങ്ങനത്തെ ആ ഒരു ജോണറിലെ ഫിലിംസ് ഒത്തിരി കാണാറുണ്ട്. കുറച്ച് മിസ്റ്ററി, കുറച്ച് ഒരു ഹൊറർ. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റി. കാരണം അത് ഹൊറർ ആണെങ്കിലും അത് വളരെ നുവാൻസ്ഡ് ആയിട്ടായിരുന്നു ഇത് പോർട്രേ ചെയ്തിരിക്കുന്നത്. കാരണം ഫാമിലി വാല്യൂസ് ഒക്കെ ഭയങ്കരമായിട്ടൊരു മദറിൻ്റെ ഇതൊക്കെ ഭയങ്കരമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ ആവള സംവിധാനം ചെയ്ത തന്തപ്പേര് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ മലയാളം ചിത്രമാണ്. ചോലനായിക ഭാഷ സംസാരിക്കുന്ന ഗോത്ര വിഭാഗത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ഏതർത്ഥത്തിലാണ് നമ്മൾ പരിഷ്കൃതത്തെ നിർവചിക്കുന്നത്? നമ്മളിങ്ങനെയൊക്കെയാണ്, അവരങ്ങനെയൊക്കെയാണ്. ഷോ മിയാക്കി സംവിധാനം ചെയ്ത ജാപ്പനീസ് ചിത്രം 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സ് മികച്ച ചിത്രത്തിനുള്ള രജത ചകോരം സ്വന്തമാക്കി. ക്യാമറാമാൻ രാകേഷിനൊപ്പം ദേവിക, മാതൃഭൂമി മീഡിയ സ്കൂൾ. മലയാള സിനിമ ഇന്ന് ഒരു സിനിമാ പ്രസ്ഥാനത്തിനപ്പുറം വ്യവസായമായി വളരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സൃഷ്ടിപരതയും വിപണനവും ഒരുമിച്ച് മുന്നേറുന്ന ഈ ഘട്ടത്തിൽ കേരള ഫിലിം മാർക്കറ്റ് പുതിയ സാധ്യതകളുടെ വാതിലുകൾ തുറക്കുകയാണ്. 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയായിരുന്നു കേരള ഫിലിം മാർക്കറ്റ്. IFFKയുടെ പ്രത്യേകത എന്താണ്? IFFKയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല സിനിമകളുണ്ട്, വെൽ അറേഞ്ച്ഡ് ആണ്, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫിലിം മാർക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു വ്യക്തത ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. കേരള ഫിലിം മാർക്കറ്റിൻ്റെ 3ാമത്തെ എഡിഷനാണിത്. അപ്പോൾ ഈ 3ാമത്തെ എഡിഷനിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമ്മുടെ പ്രോജക്ട്സുകൾ മാത്രമല്ല, പുറത്തുള്ള പ്രോജക്ട്സുകളും ഇന്ത്യയിലുള്ള മറ്റ് റീജിയണിലെ എല്ലാം നമുക്കിവിടെ പിച്ച് ചെയ്യാനുള്ളൊരു അവസരം വരുന്നുണ്ട്. മലയാള സിനിമയുടെ പെരുമ ആഗോളതലത്തിൽ ചർച്ചയാകുമ്പോൾ മാറ്റത്തിൻ്റെ പുത്തൻ തരംഗങ്ങളുമായി കേരള ഫിലിം മാർക്കറ്റ് പുതിയ ഉയരങ്ങൾ കീഴടക്കിയിരിക്കുന്നു. പ്രാദേശിക പങ്കാളിത്തം കൊണ്ടും ആഗോള പങ്കാളിത്തം കൊണ്ടും കേരള ഫിലിം മാർക്കറ്റ് ശ്രദ്ധ നേടി. നൂതനമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ആഗോള വിതരണ ശൃംഖലകളും മലയാള സിനിമയുടെ വിപണന മൂല്യത്തെ വർദ്ധിപ്പിച്ചു. കേരള ചലച്ചിത്ര അക്കാദമി, KSFDC, ഫെഫ്ക തുടങ്ങിയ നിരവധി സംഘടനകളുടെ പിന്തുണ കേരള ഫിലിം മാർക്കറ്റിനുണ്ട്. കേരള സർക്കാരിൻ്റെ പിന്തുണയുള്ള ഔദ്യോഗിക സംവിധാനമാണ് കേരള ഫിലിം മാർക്കറ്റ്. ക്യാമറമാൻ ബിജു അമൃതയോടൊപ്പം എബി ജോൺ ഷൈബു, മാതൃഭൂമി മീഡിയ. ചരിത്രവും രാഷ്ട്രീയവും മനുഷ്യവികാരങ്ങളും ഒരുമിച്ച് ചേർന്ന സിനിമ അനുഭവമാണ് വിയറ്റ്നാം സിനിമകൾ പ്രേക്ഷകർക്ക് നൽകുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് IFFKയിൽ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ വിയറ്റ്നാം സിനിമകൾ പ്രദർശിപ്പിക്കുന്നത്. അർച്ചന കേസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഡിസംബർ 12 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് നടന്ന 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഈ വർഷം കൺട്രി ഫോക്കസ് വിഭാഗത്തിലൂടെ വിയറ്റ്നാമൻ സിനിമകൾക്ക് പ്രത്യേക വേദിയൊരുക്കി. ചരിത്രവും രാഷ്ട്രീയവും വികാരങ്ങളും തമ്മിൽ ചേർന്നു നിൽക്കുന്ന സിനിമാ അനുഭവങ്ങളാണ് ഈ വിഭാഗം പ്രേക്ഷകർക്ക് നൽകിയത്. ഗ്ലോറിയസ് ആഷസ്, ദ ട്രീ ഹൗസ്, കൂലി നെവർ ക്രൈസ്, ഡോണ്ട് ക്രൈ ബട്ടർഫ്ലൈ, വൺസ് അപ്പോൺ എ ലവ് സ്റ്റോറി എന്നീ ചിത്രങ്ങളിലൂടെ വിയറ്റ്നാമിലെ പോരാട്ടങ്ങളുടെയും നിലനിൽപ്പിന്റെയും മനുഷ്യകഥകൾ ശക്തമായി അവതരിപ്പിച്ചു. 30ാം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ കൺട്രി ഫോക്കസ് എന്ന വിഭാഗത്തിൽ വിയറ്റ്നാം സിനിമകൾ ഏറെ പ്രാധാന്യം കൈവരിക്കുന്ന ഒന്നായിരുന്നു. കൂലി നെവർ ക്രൈ, ഡോണ്ട് ക്രൈ ബട്ടർഫ്ലൈ തുടങ്ങിയ 5 സിനിമകൾ ഇവിടെ പ്രദർശിപ്പിച്ചു. വിയറ്റ്നാം യുദ്ധത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുത്ത ഈ ചിത്രങ്ങൾ
രാജ്യത്തിൻ്റെ ചരിത്രം, സംസ്കാരം, മനുഷ്യബന്ധങ്ങൾ തുടങ്ങിയവ ആഴത്തിൽ അവതരിപ്പിക്കുന്ന ഒന്നായിരുന്നു. സാധാരണ വിയറ്റ്നാം മൂവീസ് IFFKയിൽ വളരെ കുറവാണ്. വിയറ്റ്നാമിൻ്റെ ഒരു യുദ്ധ പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കുന്ന, പക്ഷെ മൂവീസൊന്നും ആ ഒരു ഇതിലുള്ളതല്ല. വിയറ്റ്നാമിൽ നിന്ന് വന്ന പാക്കേജ് എന്ന് മാത്രമേ ഉള്ളൂ. അതിന് വിയറ്റ്നാം സ്ട്രഗിളിങ്ങോ അവിടുത്തെ പോരാട്ടങ്ങളുമായിട്ട് നേരിട്ട് കണക്റ്റഡുള്ള മൂവീസ് അല്ല. വിയറ്റ്നാം എന്തായാലും നല്ലൊരു സെലക്ഷനാണ്. I watched The Remnant, loved it. It was a beautiful, beautiful film. And then we just watched Eva, made me cry. So I'm seeing that the selections are very powerful, they're emotional, and they're hitting current topics. So yeah, very great selection so far. We focus on other cultures and we get to kind of explore that culture through film. It's the best way after traveling to a country. So I'm excited to check out some films, and I'm happy to see that those films get represented here in India. യുദ്ധത്തിന്റെ ഓർമ്മകളിൽ കടന്നുപോയി ഒരു ദേശത്തിന്റെ ആത്മാവിനെ സിനിമ എങ്ങനെ രേഖപ്പെടുത്തുന്നു എന്നതിന്റെ തെളിവായി കൺട്രി ഫോക്കസ് വിഭാഗം IFFKയിൽ മാറി. ക്യാമറാമാൻ രാകേഷിനോടൊപ്പം അർച്ചന KS, മാതൃഭൂമി മീഡിയ സ്കൂൾ. സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നതായിരുന്നു ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് എന്ന വിഭാഗം. മികച്ചൊരു ദൃശ്യാനുഭവം കൂടിയായിരുന്നു ഇത്തവണത്തെ ഓരോ ചിത്രവും. അലീന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഏറ്റവും ഉൾക്കാഴ്ചയുള്ള വിഭാഗമായിരുന്നു ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ്. ലോക പ്രശസ്ത ചലച്ചിത്രമേളകളിൽ കാൻ, വെനീസ്, ബെർലിൻ ഉൾപ്പെടെ നിരവധി പ്രശസ്ത മേളകളിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ 13 ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചത്. സിനിമയുടെ വ്യത്യസ്തമായിട്ടുള്ള ഈസ്തെറ്റിക്സും അതിൻ്റെ മറ്റു രാജ്യങ്ങൾ എങ്ങനെയാണ് നമുക്കറിയാവുന്ന ഒരു വിഷയമായിരിക്കും. ഇപ്പോൾ ഇന്നലെ കണ്ട പ്രസിഡന്റ് കേക്ക് എന്നുള്ള സിനിമ, അതൊരു ആൻറ്റി സദ്ദാം സിനിമയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള പ്രൊട്ടസ്റ്റ് സിനിമകൾ നമ്മുടെ നാട്ടിലും വരുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഡിഫറെൻറ്റ് കൺട്രികളിൽ അത് ഉണ്ടാവുന്നത്, അതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ എസ്തെറ്റിക്സ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈ പ്രാവശ്യത്തെ എല്ലാം നല്ല പാക്കേജായിരുന്നു. ഇപ്പോൾ ഡ്രീംസ് എന്നുള്ള സിനിമ വളരെ നല്ലൊരു സിനിമയായിരുന്നു. പോയറ്റ് എന്നുള്ള സിനിമ നല്ലതായിരുന്നു. ഫേവറേറ്റ് സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ മലയാളം ആണ് എൻ്റെ ഫേവറേറ്റ്. നല്ല പടങ്ങളാണ് ഞാൻ നല്ലത് പലരും പറഞ്ഞ അഭിപ്രായം പറഞ്ഞിട്ട് നല്ലതെന്ന് അറിയുന്നതേ പോവുള്ളൂ. യോർഗോസ് ലാന്തിമോസിൻ്റെ ബുഗോണിയ, പ്രശസ്ത സംവിധായകൻ ജിം ജാർമുഷിൻ്റെ ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ എന്നിവ ഡെലിഗേറ്റുകൾക്കിടയിൽ വലിയ ചർച്ചയായി. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ലോക സിനിമയിലെ മികച്ച സൃഷ്ടികളെ ഒരേ വേദിയിൽ എത്തിച്ചുകൊണ്ട് 2025 ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗം ചലച്ചിത്ര പ്രേമികൾക്ക് പുത്തൻ ദൃശ്യാനുഭവമാണ് സമ്മാനിച്ചത്. സിനിമ കാണാനെത്തിയ പ്രേക്ഷകരുടെ പ്രതികരണവും ഇവിടത്തെ നീണ്ട ക്യൂവും സിനിമയ്ക്ക് എത്രത്തോളം മൂല്യമുണ്ടെന്നും പ്രേക്ഷകരിൽ അത് എത്രത്തോളം ആസ്വാദ്യമാണെന്നും കാണിച്ചു തരികയാണ്. ക്യാമറാമാൻ രാകേഷിനൊപ്പം അലീന, മാതൃഭൂമി മീഡിയ സ്കൂൾ. സിനിമ വെറുമൊരു വിനോദമല്ല, അത് കാലഘട്ടത്തിന്റെ കണ്ണാടിയാണ്. ഇന്ത്യൻ സിനിമ നൗ എന്ന വിഭാഗം ഇന്നത്തെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന സിനിമകളെയാണ് അവതരിപ്പിക്കുന്നത്. ഷാഹിദ ബിഹം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വ്യത്യസ്തമായ ശബ്ദങ്ങളും കാഴ്ചകളുമായി IFFKയുടെ 30ാമത് വേദി. ഇന്ത്യൻ സിനിമ നൗ എന്ന വേദിയിൽ ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത് ഇന്ത്യൻ ഭാഷകളിലെ വിവിധതരം 7 സിനിമകളാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കഥകൾ പറയുന്ന, വൃദ്ധന്മാരുടെ കഥകൾ പറയുന്ന വിവിധതരം സിനിമകൾ. അനൂപ് ലോക്കൂറിന്റെ സംവിധാനത്തിലൊരുങ്ങിയ ഡോണ്ട് ടെൽ മദർ, പ്രഭാസ് ചന്ദ്ര സംവിധാനം ചെയ്ത ഹെർത്ത് ആൻഡ് ഹോം, രവിശങ്കർ കൗശിക് സംവിധാനം ചെയ്ത ഫ്ലെയിംസ്, ഇഷാൻ ഘോഷ് സംവിധാനം ചെയ്ത മിറാജ്, തനിഷ്ത ചാറ്റർജിയുടെ ഫുൾ പ്ലേറ്റ്, അനുപർണ റോയിയുടെ സോങ്സ് ഓഫ് ഫോർഗോട്ടൺ ട്രീസ്, നിഷാന്ത് കാലിദിന്ദിയുടെ തിയേറ്റർ തുടങ്ങിയവയാണ് ഇന്ത്യൻ സിനിമ നൗ എന്ന വിഭാഗത്തിൽ ഇത്തവണ പ്രദർശിപ്പിച്ചത്. ക്യാമറയ്ക്ക് അസാമാന്യ തലത്തിൽ ഇപ്പം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, വളരെ ലോ ലൈറ്റിലുള്ള ഒരുപാട് ഫ്രെയിമുകളുടെ ഒരു ആഘോഷം, ടെക്നിക്കൽ സിസ്റ്റം അങ്ങ് മാറി, അതിൻ്റെ ഒരു ആ എൻവയോൺമെൻറ്റ് മൊത്തമായിട്ട് മാറുക മാത്രമല്ല, ആ സാധ്യതകളെ, നമ്മൾ സാങ്കേതിക വിദ്യ തരുന്ന സാധ്യതകളെ പരമാവധി സിനിമയിലേക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനത്തെ മൂവീസ് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്, കൊമേഴ്ഷ്യൽ മൂവി ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്തുയരുകയാണ് IFFK വേദികൾ. ക്യാമറാമാൻ രാകേഷിനൊപ്പം ഷാഹിദ ബീഗം, മാതൃഭൂമി മീഡിയ സ്കൂൾ. ലോക സിനിമയുടെ വർത്തമാനങ്ങൾക്കൊപ്പം മലയാള സിനിമയിലെ കരുത്തുറ്റ പരീക്ഷണങ്ങൾക്കും IFFK വേദിയായി. 12ഓളം മികച്ച ചിത്രങ്ങളാണ് മലയാളം സിനിമ ടുഡേ എന്ന വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചത്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ മലയാളത്തിൻ്റെ അഭിമാനമായി ഉണ്ണികൃഷ്ണൻ ആവളയുടെ തന്തപ്പേര്,
സഞ്ജു സുരേന്ദ്രന്റെ ഖിഡ്കി ഗാവ് എന്നീ ചിത്രങ്ങൾ മാറ്റുരച്ചു. ജിൻഷ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മലയാള സിനിമ ടുഡേ എന്ന വിഭാഗത്തിൽ 14 ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആംബ്രോസിയ, സമസ്ത ലോക, കാത്തിരിപ്പ് തുടങ്ങിയ ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചു. ആഖ്യാനങ്ങളിലെ വ്യത്യസ്തതയും കലാപരമായ പുതുമയും മലയാള സിനിമയെ വേറിട്ടതാക്കുന്നു. മലയാള സിനിമയുടെ പുത്തൻ പ്രതീക്ഷകൾക്കും പരീക്ഷണങ്ങൾക്കും കരുത്തു പകർന്നാണ് ഇത്തവണ ചലച്ചിത്രമേള വിടവാങ്ങിയത്. ഇത്തരം പരീക്ഷണങ്ങൾ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. കുറച്ച് നാൾ മുമ്പ് വരെയൊക്കെ ഒരു ഫെമിലിയർ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലൊക്കെ സിനിമ വീട്ടിൽ ഓടാനൊക്കെ സാധ്യതയുള്ളൂ. ഇപ്പം നല്ല തിരക്കഥ ഉണ്ടെങ്കിൽ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളിലേക്ക് പോലും സിനിമകൾ ഇപ്പം നന്നായിട്ട് ഓടുന്നുണ്ട്. ഒരു പടം ഇറങ്ങി എൻ്റെ തേവി എന്ന് പറഞ്ഞ കാണി ഭാഷയിലൊരു സിനിമ ഞാനിപ്പോൾ ഡയറക്റ്റ് ചെയ്തു. ഒരു ആർട്ട് മൂവി ചെയ്യുമ്പോൾ കുറേ പരിമിതികളുണ്ടായിരുന്നു. അതിനൊരു ചെറിയ ഷോട്ടുകൾ, പാനിങ് ഷോട്ടുകൾ, അങ്ങനെ കുറേ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. മലയാള സിനിമ കമ്പയർഡ് ടു അതർ റീജിയണൽ സിനിമാസ് ഭയങ്കര എക്സ്പെരിമെൻ്റലാണ്. ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ ദേ ആർ നോട്ട് ഷൈ ടു എക്സ്പ്ലോർ ക്യാരക്ടേഴ്സ്. സ്റ്റോറി ലൈനും അതെ. ഓൾസോ ദി ആക്ടേഴ്സ്, മെയിൻ ആക്ടേഴ്സ്, പ്രൊട്ടാഗനിസ്റ്റ് ഒക്കെ ദേ ആർ ഓക്കെ ടു ഡു വാട്ട് ദ സ്റ്റോറി റിക്വയർസ്, വിച്ച് ഇസ് അമേസിങ്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു ദുൽഖർ സൽമാൻ്റെ. ആൻഡ് ഹി വാസ് ടെല്ലിങ് ബോളിവുഡിൽ പോയപ്പോൾ 2 അസിസ്റ്റൻ്റായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർ ആക്ടേഴ്സൊക്കെ 10-15 അസിസ്റ്റൻറ്റും വലിയൊരു വാനൊക്കെ ആയിട്ടാണ് വരുന്നത്. which reflects actually how modest Malayalam film industry is. അത് സിനിമയിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അത്ര ഒരു റോ ക്യാരക്ടേഴ്സും ഫീമെയിൽ ലെഡ് ക്യാരക്ടേഴ്സും ഒക്കെ കാണിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. I think it's going in a very nice and right direction. ക്യാമറാമാൻ രാകേഷിനൊപ്പം ജിൻഷ, മാതൃഭൂമി മീഡിയ സ്കൂൾ. ആത്യന്തികമായി സിനിമ സംവിധായകന്റെ കലയാണ്. പല ഘടകങ്ങളെ സംയോജിപ്പിച്ച് ഒരു പൂർണ്ണ കലാസൃഷ്ടി രൂപപ്പെടുന്നതിൽ വലിയ വെല്ലുവിളികൾ അവർ നേരിടാറുണ്ട്. മീറ്റ് ദ ഡയറക്ടർ ചർച്ച ചെയ്തത് അത്തരം പ്രതിസന്ധികളെക്കുറിച്ചാണ്. അനാമിക തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓരോ സിനിമകളും നമ്മിലേക്ക് എത്തുന്നത് ഓരോ സംവിധായകരും കടന്നുപോയ യാത്രകളിലൂടെയാണ്. 30ാമത് IFFK വേദിയുടെ ഭാഗമായി നടത്തിയ മീറ്റ് ദ ഡയറക്ടർ എന്ന സെഷനിലൂടെ ഒട്ടേറെ സംവിധായകരാണ് പങ്കെടുത്തത്. 30ാമത് IFFKയുടെ ഭാഗമായി ടാഗോർ തിയേറ്ററിൽ നടന്ന മീറ്റ് ദ ഡയറക്ടർ സെഷൻ സ്വാതന്ത്ര്യ സിനിമാ നിർമ്മാണത്തിന്റെ വെല്ലുവിളികളും ആത്മാർത്ഥതയും തുറന്നുകാട്ടി. സംവിധായകൻ ബാലു കിരിയത്ത് നേതൃത്വം നൽകിയ സെഷനിൽ ഇഷാൻ ഘോഷ്, മിനി IG, രാജേഷ് മാധവൻ, ശ്രീകുമാർ K, ശ്രീജിത്ത് S കുമാർ, ഗ്രിട്ടോ വിൻസെന്റ്, സൗമ്യ നന്ദസഹി, രവിശങ്കർ കൗശിക്, ഉണ്ണികൃഷ്ണൻ ആവള തുടങ്ങിയ സംവിധായകരാണ് പങ്കെടുത്തത്. ഭൂമി വിശാലമാണെന്നും ഒരാൾ ഒരിടത്ത് മാത്രം ചുരുങ്ങി ജീവിക്കേണ്ടതില്ലെന്നും നടനും സംവിധായകനുമായ രാജേഷ് മാധവൻ പെണ്ണും പോറാട്ടും എന്ന തന്റെ പുതിയ ചിത്രത്തെ പറ്റി അഭിപ്രായപ്പെട്ടു. കുറേ കാലമായിട്ട് ആൾക്കാർ നിന്നെടുത്ത് പൊരുതി ജയിക്കുക എന്ന് പറയുന്ന പൊളിറ്റിക്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അങ്ങനെയല്ല. ഇത് ഞാൻ പറഞ്ഞൊന്നുമല്ല, ഇതിനു മുമ്പ് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ലോകം വിശാലമാണ് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് എടുത്തൂടെ. ഇതന്നെയാണ് നിങ്ങളുടെ സ്ഥലം, ഇവിടെ തന്നെ നിങ്ങൾ ജീവിക്കണം എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. വേൾഡ് ഗ്ലോബലാണ്. ഇപ്പോൾ ഗ്ലോബൽ മനുഷ്യന്മാരുടെ കാലഘട്ടമല്ലേ. തന്തപ്പേർ എന്ന സിനിമ ചർച്ച ചെയ്യുന്നത് ഒരു വിഭാഗത്തിന്റെ കഥ മാത്രമല്ല, വരാനിരിക്കുന്ന കാലത്തിന്റെ സൂചനയാണെന്ന് ഉണ്ണികൃഷ്ണൻ ആവള പറഞ്ഞു. സ്റ്റേജുകൾ എന്ന് പറയുന്നത് നമ്മുടേതാണ്, മനസ്സിലായല്ലോ. അവർ സ്റ്റേജ് അവരുടെ ഇടമാണ്, അവരുടെ കാടാണ്, അവരുടെ അളയാണ്. നമ്മളുടെ ഇടങ്ങളിലേക്ക് നമ്മൾ അവരെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളൊന്ന് വെറുതെ തിരിഞ്ഞു നോക്കിയാൽ മതി ഗോത്ര വിഭാഗത്തിലേക്ക്. അവർക്ക് 25 വർഷമായിട്ട് നടന്ന എന്തൊരു തകർച്ചയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കും ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഈ 2 മാറ്റങ്ങളെയാണ് ഞാനിപ്പോഴും ഇത്തരം സിനിമകൾ പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത്. ഓരോ സംവിധായകരുടെ ചിന്തകളും യാത്രകളും ഈ ഒരു സെഷനിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചു. ക്യാമറമാൻ രാകേഷിനൊപ്പം അനാമിക, മാതൃഭൂമി മീഡിയ സ്കൂൾ. IFFK നടക്കുമ്പോൾ നഗരത്തിലെ പ്രധാന വേദികളിലൊന്നായി മാനവീയം വീഥി മാറാറുണ്ട്. ചലച്ചിത്ര പ്രദർശനങ്ങൾക്കപ്പുറം കലയും സംഗീതവും ചർച്ചകളും ഒത്തുചേരുന്ന ഇടമാണത്. കാണാം സാന്ദ്ര തയ്യാറാക്കിയ റിപ്പോർട്ട്. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 30ാമത് പതിപ്പിന് തിരശ്ശീല ഉയർന്നതോടെ മാനവീയവും ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ യുവജനങ്ങൾ കൂടുന്ന, അതായത് എന്തൊരാഘോഷം അനന്തപുരിയിൽ എവിടെ നടന്നാലും അതിൻ്റെ ഒരു ഓളം നമുക്കിപ്പോൾ മാനവീയത്തിലും കൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യുവജനങ്ങൾക്ക് കൂടിയിരിക്കാനും അവർക്ക് ആഘോഷിക്കാനും പാട്ടുകൾ പാടാനും ഒത്തുകൂടാനും ആയിട്ടുള്ളൊരു വേദിയായി ഇപ്പോൾ മാനവീയം മാറുന്നുണ്ട്. ഇവിടം ഒരു സാധാരണ ഇടമല്ല. ആവേശമുണർത്തുന്ന ലൈവ് മ്യൂസിക്കും ബാൻഡുകളും തട്ടുകട രുചികളും ചുവരുകളിൽ കഥ പറയുന്ന ചിത്രങ്ങളും കളികളും ചിരികളും കൂട്ടായ്മകളും ഒന്നിക്കുന്നൊരിടം. ജോലിത്തിരക്കും സ്ട്രെസ്സുമൊക്കെ മാറ്റിവെച്ച് ഒന്നിക്കാവുന്നൊരിടം, മനസ്സു തുറന്ന് ചിരിക്കാവുന്നൊരിടം. തിരുവനന്തപുരത്തിന്റെ ഹൃദയം ഇവിടെയുണ്ട്. ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കും അപ്പുറം
മാനവീയം വീതി തിരുവനന്തപുരത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ചുറ്റുമതിലുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകേണ്ട ഒന്നല്ല കല എന്നത്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയോടനുബന്ധിച്ചും അല്ലാതെയും നിരവധി തെരുവു നാടകങ്ങളും സംഗീത പരിപാടികളും ഇവിടെ പതിവായി നടക്കുന്നു. പ്രണയങ്ങൾക്കും കലകൾക്കും രാഷ്ട്രീയത്തിനും ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഇവിടം ഇനിയും ഒരുപാട് പേർക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കട്ടെ. ക്യാമറമാൻ വിജു അമൃതയോടൊപ്പം സാന്ദ്ര, മാതൃഭൂമി മീഡിയ സ്കൂൾ. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം കഥകളും കാഴ്ചകളും മാത്രമല്ല, സൃഷ്ടികളും സംരംഭങ്ങളും ഒരുമിച്ച് സംഗമിക്കുന്ന ഇടമാണ്. കാണാം ഗ്രീഷ്മ തയ്യാറാക്കിയ റിപ്പോർട്ട്. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 30ാമത് പതിപ്പിന് തിരശ്ശീല ഉയർന്നതോടെ സിനിമാസ്വാദകർക്കൊപ്പം കച്ചവടക്കാരും ആവേശത്തിലാണ്. തിരുവനന്തപുരത്തെ പ്രധാന വേദികളായ ടാഗോർ തിയേറ്റർ, നിശാഗന്ധി ഓഡിറ്റോറിയം എന്നിവിടങ്ങൾക്കു ചുറ്റുമായാണ് ഈ കച്ചവട കേന്ദ്രങ്ങൾ. വസ്ത്രവിപണന കേന്ദ്രങ്ങൾ, കരകൗശല വസ്തുക്കൾ, പുസ്തക വിപണന കേന്ദ്രങ്ങൾ കൂടാതെ ചലച്ചിത്ര ആസ്വാദനത്തോടൊപ്പം വിഭവസമൃദ്ധമായ ഭക്ഷണത്തിനുമായുള്ള അവസരം കൂടിയാണ് ഈ സ്റ്റാളുകൾ ഒരുക്കുന്നത്. ചലച്ചിത്ര അക്കാദമി നേരിട്ട് നടത്തിയ സ്റ്റാളുകൾക്ക് പുറമെ സ്വകാര്യ സംരംഭകരും താൽക്കാലിക വിപണന കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. സിനിമയോടുള്ള മലയാളികളുടെ അടങ്ങാത്ത സ്നേഹം പോലെ തന്നെ മേളക്കാലത്തെ ഈ വാണിജ്യ തരംഗവും തിരുവനന്തപുരത്തിൻ്റെ ഉത്സവ കാഴ്ചകളെ സമൃദ്ധമാക്കി. കേരള പോലീസിൻ്റെ രക്തദാന പദ്ധതിയാണ് പോൾ ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ കേരള പോലീസും കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലും കൂടി സംയുക്തമായി നടപ്പിലാക്കി വരുന്നൊരു പദ്ധതി. അപ്പോൾ ഈ പോൾ ബ്ലഡും ചലച്ചിത്ര അക്കാദമിയുമായി സഹകരിച്ചുകൊണ്ട് IFFKയുടെ കഴിഞ്ഞ വർഷം തൊട്ട് നമ്മൾ സിനി ബ്ലഡ് എന്ന പേരിൽ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷത്തെ ചെയർമാനായിരുന്ന പ്രേംകുമാർ സാറിൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ് ഇങ്ങനെ വന്നത്. ഇവിടെ യുവാക്കൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഒരു സാംസ്കാരിക ഉത്സവമാണല്ലോ. സ്വാഭാവികമായിട്ടും രക്തദാനവുമായി ബന്ധപ്പെട്ട എന്താ പറയുക, ഒരു കൾച്ചർ ഇവിടെ ഡെവലപ്പ് ആവേണ്ടത്. ചലച്ചിത്രമേളയോടനുബന്ധിച്ചുള്ള ഈ ബിസിനസ് സ്റ്റാളുകൾ സിനിമാനുഭവത്തിനപ്പുറം ഒരു ഷോപ്പിംഗ് അനുഭവം കൂടി സന്ദർശകർ നൽകുകയാണ്. ക്യാമറമാൻ വിജു അമൃതയോടൊപ്പം ഗ്രീഷ്മ, മാതൃഭൂമി മീഡിയ. ഫോട്ടോഗ്രാഫർമാരും കണ്ടന്റ് ക്രിയേറ്റർമാരും ആധുനിക കാലത്തെ കഥപറച്ചിലുകാരാണ്. ജീവിതത്തിന്റെ നിമിഷങ്ങൾ അവർ പകർത്തി ലോകവുമായി പങ്കിടുകയാണ് IFFK വേദിയിലൂടെ. ബാല്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 30ാമത് IFFK വേദി ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെയും കൂടിയായി മാറി. ഇവിടുത്തെ വർണ്ണശബളമായ കാഴ്ചകളും തിരക്കേറിയ വീതികളും സിനിമാ പ്രേമികളുടെ വിശേഷങ്ങളും അവർ ഫ്രെയിമിൽ പകർത്തി. സിനിമാ മാന്ത്രികതയുടെ ഹൃദയത്തിലേക്ക് ലെൻസും ക്യാമറയും കയ്യിലെടുത്ത് കടന്നു വരുന്ന ഫോട്ടോഗ്രാഫർമാരും കണ്ടന്റ് ക്രിയേറ്റേഴ്സുമാരും. IFFKയുടെ വർണ്ണമായ നിമിഷങ്ങൾ അവരുടെ കണ്ണിലൂടെ പകർത്തുമ്പോൾ നിറയുന്നത് ഡിജിറ്റൽ കഥകളും വികാരങ്ങളുമാണ്. അവരുടെ കാഴ്ചപ്പാടിൽ സിനിമയുടെ മാന്ത്രികത മാത്രമല്ല, ഒരു കൂട്ടം ജനതയുടെ സംസ്കാരവും ആവേശവും ലോകമാകെ പടരുന്നു. ഇപ്പോൾ നമ്മൾ വന്ന് എവിടെ ഫ്രെയിം വെച്ചാലും നല്ല രീതിയിൽ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വീട്ടിൽ ചെന്നിട്ട് ഇനി എല്ലാം കൂടി ഇന്ന് നോക്കിയിട്ട് അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. നമ്മളെല്ലാ വർഷവും വരാറുണ്ട്. അപ്പം ഈ വർഷം വന്നപ്പോൾ പുതുമയുണ്ടല്ലോ, ഓരോ വർഷം പുതുമയുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈ വർഷത്തെയും കുറേ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർട്ടിസ്റ്റ് ഉണ്ട്, അല്ലാതുള്ളവരുടെ ഉണ്ട്. ഇപ്പോൾ ഫ്രീക്കായിട്ട് വന്നേക്കുന്ന ഒരുപാട് പേരുണ്ട് പല പല ലുക്കിൽ. കഴിഞ്ഞ വർഷത്തെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാറില്ലല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഓരോ വർഷം ആൾക്കാർ വീണ്ടും വീണ്ടും വരുന്നത്. കോണ്ടന്റ് ക്രിയേഷൻ ഈസ് ലൈക്ക് നമ്മളെല്ലാവരും കുറേ കോണ്ടന്റ് നമ്മൾ ഫോണിൽ കാണും. വി യൂസ് അവർ മൊബൈൽ ഫോൺസ് ഓവർ ടൈം. പക്ഷെ അത് ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലിപ്പ് ചെയ്യുന്ന ഇതെല്ലാം ഇറ്റ്സ് ലൈക്ക് എൻ അക്വയർഡ് സ്കിൽ. സോ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് വാട്ട് മൂവി ഡിഡ് യു സീ, ഹൗ വാസ് ഇറ്റ്, ക്രിറ്റിസിസംസ് ഇങ്ങനെയൊക്കെ കളക്ട് ചെയ്യുന്ന എൻ്റെ പരിപാടി. ഞാനൊരു ചെറിയ GoPro ആയിട്ട് നാളെ രാവിലെ വരും. എന്നിട്ട് ഒരു 2 മണിക്കൂർ എല്ലാവരും ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യും, ക്രാക്ക് എ ഫ്യൂ ജോക്സ്, മേക്ക് പീപ്പിൾ സ്മൈൽ. ക്യാമറാമാൻ രാജേഷിനോടൊപ്പം ബാല്യ, മാതൃഭൂമി മീഡിയ സ്കൂൾ. ഇതോടെ മാതൃഭൂമി മീഡിയ സ്കൂൾ തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.